മലബാറിൽ ആദ്യകാലത്ത് നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ ലാഭകരമായി പ്രവർത്തിച്ചിരുന്നു. അതിൽ ഒരു അഭിമാന സ്ഥാപനമായിരുന്നു ഗോളിയർ റൺസ്. 1950 ആരംഭിച്ചു. 1999 മലിനീകരണമായിട്ട് പ്രക്ഷോഭം കൊണ്ട് അത് അടച്ചുപൂട്ടി. 2001 ആ സ്ഥാപനം അടച്ചത്. പിന്നീട് 20 വർഷമായിട്ട് വെറുതെ കിടക്കുക. ഈ സാഹചര്യത്തിലാണ് മലയാള ചലച്ചിത്രഗാനികൾ അവിടെ ഒരു ഫിലിം സിറ്റി വേണമെന്ന് പറഞ്ഞ് ഒരു 10 വർഷമായി മാറി വന്ന സർക്കാരിന് മുമ്പിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് അതിന് വളരെ അനുകൂലമായി എൻ്റെ ഓർമ്മ ശരിയാണ്, മിസ്റ്റർ ഗണേഷ് കുമാർ സിനിമ മന്ത്രിയായിരുന്ന കാലത്താണ് അത് പരിഗണിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ പിന്നീട് വന്ന സർക്കാർ ആ താല്പര്യം കാണിച്ചില്ല. വിദഗ്ധരുമായി ആലോചിച്ച് സിനിമ ഡയറക്ടർമാരായിട്ടും അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധരായിട്ടും നിർമ്മാതാക്കളായിട്ടും അഭിനേതാക്കളായിട്ട് മലയാള ചലച്ചിത്രകാണികൾ മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിലും കൂടി സംയുക്തമായിട്ട് എല്ലാവരും അഭിപ്രായം തരും. ഏകസ്വരത്തിൽ വളരെ അനുയോജ്യമായ സ്ഥലമാണെന്നാണ് അഭിപ്രായപ്പെട്ടത്. പിന്നീട് നമ്മൾ കേട്ടത്, അതായത് ഫിലിം സിറ്റി ഒന്ന് തിരുവനന്തപുരത്തും മറ്റ് ഒറ്റപ്പാലത്തും ഒരു 2 ഏക്കർ താഴെയായിട്ടുള്ള രണ്ട് ഫിലിം സിറ്റികളാണ് പിന്നെ ബഡ്ജറ്റിൽ തുക എത്തിയത്. അത് വളരെ അധികം ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. 317 ഏക്കർ സ്ഥലത്ത് പ്രകൃതി രമണീയമായ, അതുപോലെ വെള്ളം, വെളിച്ചം, അതുപോലെ കണക്ടിവിറ്റി, ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഉണ്ട്, റെയിൽ കണക്ടിവിറ്റി ഉണ്ട്, റോഡ് കണക്ടിവിറ്റി എല്ലാം കൊണ്ടും അന്യഗ്രഹീതമായ ഗോളിയർ റൺസ് അതിന് അനുയോജ്യമായ സ്ഥലം എല്ലാം മറികടന്നാണ് ഈ തിരുവല്ലത്തും അതുപോലെ ഒറ്റപ്പാലത്തും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചത്. ഇപ്പോൾ വീണ്ടും പ്രത്യേകിച്ച് ഈ കോവിഡാനന്തര കാലത്ത് ചലച്ചിത്ര താരങ്ങൾ വരെ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറായി നിൽക്കുക. അപ്പോൾ ചുരുങ്ങിയ ചെലവിൽ വളരെ നല്ല രീതിയിൽ ചിത്രങ്ങൾ ഷൂട്ട് ചെയ്യാൻ, ചിത്രീകരണത്തിന് ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലമാണ് ഗോളിയർ റൺസ്. അവിടെ ഈ യാതൊരു മലിനീകരണങ്ങളുടെ തടസ്സങ്ങളില്ലാത്ത ഫിലിം സിറ്റി സ്ഥാപിക്കണമെന്ന് വീണ്ടും നമ്മൾ സർക്കാരിനോടും ബന്ധപ്പെട്ടവരോടും അഭ്യർത്ഥിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ശശി മറ്റുള്ള കാലത്ത് ഒരു കാലത്ത് വസന്തകാലമായിരുന്നു. എല്ലാ ഷൂട്ടിങ്ങുകളും ചിത്രീകരണങ്ങളിന് ഹിന്ദി തമിഴ് സിനിമകൾക്ക് വരെ കോഴിക്കോടാണ് തിരഞ്ഞെടുത്തിരുന്നത്. അത് പല കാരണങ്ങളിലൊന്ന്, ഒരു മിതമായ നിരക്കിൽ ലോഡ്ജ് സൗകര്യം, അതുപോലെ തന്നെ ഹോട്ടലുകൾ, ഇവിടുത്തെ ജനങ്ങളുടെ സഹകരണം, ഇതുകൊണ്ടെല്ലാം ഇവിടെ കൊണ്ട് വളരെയധികം ഹിറ്റ് ചിത്രങ്ങൾ എല്ലാ തെലുങ്ക് ഉൾപ്പെടെ ഇവിടുന്ന് ചിത്രീകരിച്ച് വിജയം വരിച്ച ഒരു അനുഭവം കൂടിയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ചുരുങ്ങിയ ചിലവിൽ സിനിമകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ സാഹചര്യത്തിൽ ഗോളിയർ റൺസിൻ്റെ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് അവിടെ ഫിലിം സിറ്റി ആരംഭിക്കണമെന്നാണ് ഇന്ന് മലയാള ചലച്ചിത്രകാണികളുടെയും മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെയും സംയുക്ത യോഗത്തിൽ ഏക തീരുമാനം. ഫിലിം സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഏക്കറിലോ അല്ലെങ്കിൽ 2 ഏക്കറിലോ മാത്രം ഒതുക്കേണ്ട അല്ല. ഇതിനെപ്പറ്റി മലയാള ചലച്ചിത്രകാണികൾ പഠനം നടത്തിയപ്പോൾ 1696 ഏക്കറിലാണ് രാമോജി ഫിലിം സിറ്റി ഉള്ളത്. അതുപോലെ മദ്രാസിൽ പോലും 300 ഏക്കറിലധികം വിശാലമായ ഫിലിം സിറ്റിയാണുള്ളത്. യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലാണെങ്കിൽ 5000-ലധികം ഏക്കറുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. ഇവിടെയൊക്കെ ഒരു പഠനം നടത്തിയ അടിസ്ഥാനത്തിലാണ് ഗോളിയർ റൺസ് അഭ്യർത്ഥിച്ചിരുന്നത്. ഈ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കാര്യത്തിൽ പ്രവർത്തിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.